വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയായിരുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോടതി മജിസ്ട്രേറ്റ് കോടതി അനുവദിച്ചത്. അതിനുശേഷം ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം AR ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഇന്ന് ഇനിയും കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. കാരണം കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും ഒരു അനുഭവപൂർണമായ സമീപനം അല്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കുന്ന ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഫൈസൽ അസീസ് കൂടി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ഫൈസൽ, ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇനി എത്ര മണിക്കായിരിക്കും കോടതിയിൽ ഹാജരാക്കുക? അനീഷ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതായത് അല്പസമയം മുമ്പാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കൊണ്ട് SIT സംഘം എത്തിയത്. അന്വേഷണത്തിന് തീരെ സഹകരിക്കുന്നില്ല എന്ന് പറയുകയും SIT സംഘം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് വൈദ്യപരിശോധനയ്ക്ക് ഇപ്പോൾ വിധേയമാക്കിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. തുടർന്ന് 2 മണിയോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇപ്പോൾ നേരെ AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതിനുശേഷം 5 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ തന്നെ പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഇന്ന് പൊങ്കൽ കൂടിയായതിനാൽ ഈ ഭാഗത്തൊക്കെ കോടതിയൊക്കെ അവധിയാണ്, പൊതു അവധിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹാജരാക്കുന്നത്. ഏതായാലും ഈ 3ാമത്തെ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ചോദ്യം ചെയ്യലുണ്ടായി. AR ക്യാമ്പിൽ എത്തിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിച്ചില്ല. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു. 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത്. തുടർന്ന് മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. അതിനുശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യുവമോർച്ചയുടെയും DYFയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ചീമുട്ടേറിയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. തുടർന്ന് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചു. പ്രതിഷേധത്തിനുള്ള സാധ്യത അന്വേഷണ സംഘം മുന്നിൽ കാണുന്നുണ്ടോ? കാരണം കഴിഞ്ഞ തവണ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വലിയ പ്രതിഷേധമായിരുന്നല്ലോ. ഇന്ന് അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായില്ല. എങ്കിലും അന്വേഷണ സംഘം അതിനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ പത്തനംതിട്ട ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 2 വണ്ടി പോലീസാണ് ഇവിടെ എത്തിയിരുന്നത്. ആ പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ. എന്നാൽ ഒരു രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടില്ല. നേരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് ഹാജരാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. അനീഷ, അപ്പം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ്? കാരണം ഈ കഴിഞ്ഞ 3 ദിവസവും അന്വേഷണത്തോട് സഹകരിക്കുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുന്ന ഒരു നിലപാട് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ് ഫൈസൽ? ഇനി അതിനുള്ളൊരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാഹചര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ ഈ 3 ദിവസത്തെ കസ്റ്റഡി 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് SIT ആവശ്യപ്പെട്ടത്. എന്നാൽ 3 ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചത്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്തപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കം മുതൽ തന്നെ സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. അതായത് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ഫോണിന്റെ പാസ്വേഡ് പറയാൻ തയ്യാറായിട്ടില്ല. ലാപ്ടോപ്പിന്റെ കാര്യത്തിലും ലാപ്ടോപ്പ് എവിടെയെന്ന് ചോദിച്ചപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. കാരണം ലാപ്ടോപ്പിൽ തനിക്ക് അനുകൂലമായ വിവരങ്ങളുണ്ട്. ശരി ഫൈസൽ, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടാനുള്ള സാധ്യതയില്ല.